മോർണിംഗ് മാളൂസേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അപ്പ അവിടെ റൂമിലാണോ? ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. എന്താ അങ്കിൾ? കോളേജിൽ സീനിയറായിട്ട് പഠിക്കുന്ന അരുൺ ഭാസ്കറിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ആഹാ, ഇതൊരു കല്യാണ പെണ്ണോ? കേട്ടോ ഗീതേ, നമ്മുടെയൊക്കെ മുന്നിൽ മിണ്ടാപ്പൂച്ച കളിച്ച് നടന്നിട്ട് ദേ ഇവിടെ ഒരാൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? കണ്ണടച്ച് പാല് കുടിച്ചാ ഞങ്ങളാരും അറിയില്ലെന്ന് കരുതിയോ കാന്താരി? അല്ല, ഒരു സംശയം. ഈ രഹസ്യ ഓപ്പറേഷനിൽ ഇവിടുത്തെ അപ്പുമാടത്തിന് എന്താണാവോ റോള്? ഒരു മീഡിയേറ്ററിന്റെയോ അതോ ലോക്കൽ സപ്പോർട്ടോ? എന്താ ഞങ്ങളാരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ആന്റി, നിങ്ങളാരും കരുതുന്ന പോലൊന്നും അല്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. അത് വെറുതെ. പിന്നെ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് അവിടെ വരാൻ ആ പയ്യനെന്താ വല്ല സ്വപ്ന ദർശനവും കിട്ടിയോ? ആ, കൂട്ടുപ്രതി വന്നല്ലോ. അതെ, രണ്ടുപേരോടും കൂടി പറയാ. ഇനി രഹസ്യമായ വലിയ പ്ലാനിംഗ് ഒന്നും വേണ്ട. സംഗതി പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീട്ടുകാരായിട്ട് പ്ലാൻ ചെയ്തോളാം. അതെ, ഒരു സംശയം. ഇതുപോലെ പ്രപ്പോസലായിട്ട് ഇവിടെ ആരെങ്കിലും കയറി വരുമോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ പറയണേ. സമയത്തോളം ഞെട്ടൽ ഒഴിവാക്കാമല്ലോ. നീ വാ. ബൈ. ബൈ. അതെ, രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഇവക്ക് പാർലറിൽ പോണം, എനിക്ക് ജിമ്മിലും. അതെ അപ്പുകിളി, ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് സമയം കളയാതെ ഇവളുടെ കൂടെ പാർലറിൽ പോയി സുന്ദരിയാകാൻ നോക്കിയാട്ടെ. ഏതെങ്കിലും ഒരു സുന്ദര കുട്ടപ്പൻ ഞങ്ങളെ ഒന്ന് അന്വേഷിച്ച് വന്നോട്ടെ. വാ, ഗേറ്റും തുറക്കും. ആ മാളുസേ, അരുൺ ഭാസ്കറിനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ആള് മിടുക്കനാ. ഈ സ്മാർട്ട് ആൻഡ് സിൻസിയർ. എനിക്ക് അയാളെ നല്ലതുപോലെ ബോധിച്ചു. കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും ഉണ്ടായാൽ മതിയായിരുന്നു. മതി അവളെ കളിയാക്കിയത്. നിങ്ങൾ പോയിട്ട് വാ കുട്ടികളെ.